നമസ്കാരം. നമുക്കിന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് സിനിമാ രംഗത്തും സോഷ്യൽ മീഡിയ രംഗത്തും വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇബ്രാഹിം പൈങ്കണ്ണൂരിനെയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. സർ ഇബ്രാഹിം, താങ്കൾ എങ്ങനെയാണ് ഈ സിനിമാ രംഗത്തും സോഷ്യൽ മീഡിയ രംഗത്തും അതേപോലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്രയേറെ പ്രചാരം നേടി ആളുകളൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ കാരണം? എങ്ങനെയെന്ന് ചോദിച്ചാല് ഞമ്മളൊരു ഷൂട്ടിങ് കാണാൻ പോയതാ. അത് എവിടെ? അത് വീരപുത്ര പറഞ്ഞൊരു സിനിമ. എവിടെയായിരുന്നു അത് ഞമ്മളെ കുറ്റിപ്പുറത്ത് ആ പാലത്തിന്റെ ഓട്ടില്. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഈ സിനിമ വീരപുത്ര എന്ന് പറഞ്ഞ സിനിമയില് അഭിനയിച്ചു. അത് നല്ല റോളായിരുന്നു. അങ്ങനെ ഓരോ കുമാരി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കുമാരി, ഗോഡ് ഫോർ സെയിൽ, പിന്നെ ഉലകം ചുറ്റും ബാൽബൻ, അതിലൊക്കെ ഉണ്ട്. തമിഴിലുണ്ട് സൂര്യയുടെ കൂടെ. ഏതാണ് അത്? കങ്കുവ. വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമ സൂര്യയുടെ കൂടെ ഉണ്ട്. അയ്യോ, അത് ശരി. അപ്പൊ ചില്ലറക്കാരനല്ല താങ്കൾ? ജയസൂര്യയുടെ കൂടെ കത്തനാര് അതിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം. നമ്മൾ അടുത്ത കാലത്തെ ഒരു ഇൻസ്റ്റാഗ്രാമില് താങ്കളുടെ ഒരു പാട്ട് വൈറലായിരുന്നു. ആ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ? ഒന്ന് കേൾക്കട്ടെ, ഞങ്ങൾക്ക് വളരെ സന്തോഷം. വടക്കേ കൂളം പീല് എവിടുന്നോ വന്ന ഒരു പന്നി എന്റെ ചെമ്പ് ആക്കേ കുത്തി മാന്തി വിത്തകത്തെന്ന് പോ. ആദ്യകാലത്ത് താങ്കളെ ഈ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് അതിനെ പറ്റി ഒന്ന് പറയാമോ? ഷോർട്ട് ഫിലിം ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധേയമായ ചില ഫിലിം ഉണ്ടാവല്ലോ, അത് ഒന്ന് പറയാമോ? അങ്ങനെയൊന്നും നമ്മൾ നോക്കാറില്ല. ഛർദിച്ചിട്ടില്ലെന്ന് ആരും നോക്കാനാ? അഭിനയിക്കും. ശരി, അഭിനയിക്കും, അത്ര തന്നെ ഉള്ളു. അഭിനയിക്കാ പോരാ. അയിമ്പണ നൂറിന നമ്മൾ ആര് നോക്കണ, ആര് ശ്രദ്ധിക്കണ, നമ്മൾ നോക്കണ. ജീവിതമൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ നമുക്ക് പറയത്തക്ക ഒരു ഓർമ്മിക്കാൻ പറ്റിയ ഏതെങ്കിലും നിമിഷങ്ങൾ എന്തെങ്കിലും താങ്കളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഈ സിനിമയിലോ അല്ലെങ്കിൽ നിത്യജീവിതത്തിലോ? അങ്ങനെ ഈ എന്താ പറയാ, ഈ വല്ല അലയൻസും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മറ്റേ ആ പ്രേമമൊക്കെ ഉണ്ടാവില്ല. നിങ്ങള് പ്രായം കുറഞ്ഞ ആളല്ലേ? ഞാനോ? ആൾക്ക് സുഖല്ലേ? ഞാൻ പ്രേമിക്ക. എന്നെ അല്ല, എന്നാലും നിങ്ങളെ കണ്ടാലൊരു അങ്ങനല്ല, അതൊന്നും പറയാൻ പറ്റില്ല. ഇതിന് കണ്ടു പ്രേമിച്ചിരിക്കുന്ന ഒരാള്. അതെ, വേണ്ട ഇതൊക്കെ ഉണ്ടല്ലേ പെണ്ണുങ്ങളെ. ശരി. അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ച ആളാണല്ലേ? ശരി, നമ്മൾ കല്യാണം കഴിച്ചതാ. പക്ഷെ കണ്ടാലേ അറിയില്ലട്ടോ. രഹസ്യം വേറെ. കുട്ടികൾ 3 ശരി. ആള് കാമനാണ്. ഭാര്യയെ കുറിച്ചും കുട്ടികളെ കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റി ഒന്ന് സാറിന് പറയാൻ പറ്റും? എനിക്ക് 3 കുട്ടികളാ. 2 പെൺകുട്ടികളും ഒരാണും. ചെറിയ കുട്ടികളാണോ അതോ? ചെറുതല്ല, വലുതന്നെയാണ്. രണ്ടാമത്തെ കല്യാണം. മുതിർന്നവരാണ്. ചെക്കവിടെ എല്ലാ പണിക്കൊക്കെ പോകും. ഭാര്യയെ കുറിച്ച് താങ്കൾ പറഞ്ഞില്ല, കുട്ടികളെ കുറിച്ച് പറഞ്ഞു. ഭാര്യ സമാധാനം. അവരെന്ത് ചെയ്യുന്നു ഇപ്പൊ? അവരിങ്ങനെ നമ്മളെ അല്ലറ സഹായം കാര്യങ്ങൾ വീട്ടില് ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്നുണ്ട്. താങ്കൾക്ക് എങ്ങനെ ഇതിനെല്ലാം സഹായിക്കുന്നുണ്ടോ? സഹായം ഓളെ ഭാഗത്തുനിന്ന്, കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഫുള്ള് സപ്പോർട്ട് ഉണ്ട്. എല്ലാരും സപ്പോർട്ടാണ്. ആ സപ്പോർട്ടാണ് നമ്മൾ ഇത്ര എത്തിച്ചത്. അത് തന്നെയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നമ്മക്ക് ഓലെ സപ്പോർട്ടല്ല നമുക്ക് വേണ്ടത്. പിന്നെന്താ, ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് ആകെ വേണ്ടതാണ് നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ടാണ്. അത് താങ്കൾക്കുണ്ട്. കുടുംബത്തിന്റെ സപ്പോർട്ടും പിന്നെ ഇത് കാണികളുടെ സപ്പോർട്ടും അത് പിന്നെ ഉണ്ടല്ലോ. അതിപ്പോ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഭാവി പരിപാടികൾ എന്തൊക്കെയാ? സിനിമ, പിന്നെ സീരിയല്, അങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റിൽ ഇപ്പോ ഏർപ്പെട്ടിട്ടുണ്ടോ? ഏർപ്പെട്ടിട്ടുണ്ടോന്ന് പറഞ്ഞാല് തമിഴ് ഒന്നും ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഷോർട്ട് ഫിലിം നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതെങ്കിലൊക്കെ ഒരു ഇത് ആക്കും ഷോർട്ട് ഫിലിം. അതല്ല, നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടാൻ, ഒരു പുതിയൊരു വേറൊരു പാട്ട് പാടാലോ? ഓക്കെ.
പാടിക്കോ. നെഞ്ചിനുള്ളിലിജാണ് കണ്ണി മുന്നിലിജാണ് കണ്ണടച്ച ഇജന്നെയാണ് മൈമൂന മൈമൂന സ്നേഹിച്ച് പൂതി തീർന്നതിന്റെ മുമ്പേജ് എന്നെ പല ഒറ്റക്കാക്കി പോയില്ലേ. ഒന്നും രണ്ടാണ്, നമ്മൾ രണ്ടാളും ഒന്നാണ്, എന്റെ കൽവിൽ ഇജന്നേനും നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഞങ്ങളെ സന്തോഷിപ്പിച്ചതിനും താങ്കളോട് ഞങ്ങൾക്ക് അതിയായ നന്ദിയും കടപ്പാടുമുണ്ട്. താങ്കളുടെ കലാജീവിതം വളരെയധികം ശോഭനമാവട്ടെ, ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവത്തിന് നന്ദിയുണ്ട്. ഇനി നമുക്ക് കാണാം. ഓക്കെ.